ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ പാൽക്കപ്പയാക്കാമെന്ന് കരുതിയേ. അപ്പോൾ കപ്പ ഞാൻ ചെറുതായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് ആ രണ്ടാം പാലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചതും കുറച്ച് കാന്താരി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാമേ. കാന്താരി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഒരു മണമൊക്കെ വരും കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ രണ്ടാം പാലിൽ നമ്മുടെ പാൽക്കപ്പ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കുറുകിയ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒന്നാം പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കും, അത് നോക്കണ്ട, നമ്മൾ കഴിക്കാൻ നേരത്ത് നല്ല പാകമായിട്ടുണ്ടായിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് കടുകും കൂടെ വറുത്തിട്ട് കൊടുക്കാമേ. കടുകൊക്കെ വറുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ കാന്താരിയുടെയൊക്കെ. ഇനി കഴിക്കാൻ നേരത്ത് നമുക്കൊരു വാഴയിലേക്ക് വെച്ച് കൊടുത്ത് ഇപ്പം നമ്മുടെ പാൽക്കപ്പ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാ കപ്പ കഴിക്കുന്ന പോലെ തന്നെ നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പാൽക്കപ്പയോടൊപ്പം കഴിക്കാൻ നല്ല എരിയുള്ള കറികളായിരിക്കും നല്ലത്. മീൻ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ നല്ല എരിയുള്ളത്. ഞാനിന്ന് നല്ല കോട്ടയം സ്റ്റൈൽ നല്ലൊരു കേരച്ചൂര കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് കരുതി. നമ്മുടെ ചൂരക്കറി നല്ല കുറുകി നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പാൽക്കപ്പയും നമ്മുടെ കേരച്ചൂരക്കറിയും കൂടെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇനിയൊന്ന് കഴിച്ച് നോക്കട്ടെ. കഴിച്ചപ്പോൾ അതിലേറെ സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.